കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം മനസ്സിൽ വിശ്വസിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ നമുക്ക് അമ്മയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്രവിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയേണമേ. ആമേൻ. എല്ലാ നിയോഗങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയില് ദിവ്യകാരുണ്യനാഥന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഒരേ മനസ്സോട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഉടമ്പടിയുടെ ദൈവിക പദ്ധതികളെ
അതിൻ്റെ വിചിത്രമായ സാധ്യതകളെ ഓരോ ദിവസവും ഉടമ്പടി എടുക്കുന്നവരുടെ ഉടമ്പടി പ്രയോഗത്തിൽ വരുത്താനുള്ള അവരുടെ കഴിവിനനുപാതികമായിട്ട് ഇതിൻ്റെ പുതിയ സാധ്യതകൾ വെളിവാകുന്നു എന്നുള്ളതാണ് നമുക്ക് ഓരോ ദിവസവും കേൾക്കുന്ന സാക്ഷ്യങ്ങളിൽ നിന്ന് മനസ്സിലാകണത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു ആശയവുമില്ലാത്ത ഒരു അവസ്ഥയാണ് വിചാരിച്ചോ. ഒരാശയവുമില്ല, പക്ഷേ ആശയം വരെ ദൈവം തരും. നിങ്ങൾക്ക് രക്ഷപ്പെടുന്നതാണ്. ഇപ്പോൾ കടമാണ്, 2-3 കോടി കടമാണ്. നിങ്ങൾക്ക് ഇതിൽ രക്ഷപ്പെടാൻ സ്വാഭാവികമായ ഭൗതിക സാഹചര്യങ്ങളൊന്നുമില്ല. വിൽക്കാനോ വാങ്ങാനോ കൊടുക്കാനോ കിട്ടാനോ ഒന്നുമില്ല. പക്ഷെ സ്റ്റിൽ നിങ്ങൾക്കറിയാം നിങ്ങളൊരു വട്ടപൂജ്യമാണെന്നറിയാം. പക്ഷേ നിങ്ങൾ ക്രമേണ ഇതെല്ലാം വിട്ടു വെച്ച് നിങ്ങളുടെ കംപ്ലീറ്റ് സറണ്ടർ കർത്താവേ, നമ്മൾ കൈപൊക്കത്തില്ലേ അല്ലേ? യുദ്ധം നമ്മൾ പട്ടാളക്കാരെ ഒരാളെ കീഴ്പ്പെടുത്തണമെന്ന് അയാളുടെ നേരെ തോക്ക് ചൂണ്ടിയാൽ മറ്റയാൾ നിരായുധനാണെങ്കിൽ അയാൾ ഉടനെ കൈപൊക്കും അല്ലേ? അതുപോലെ നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കൈപൊക്കേണ്ട ചില നിമിഷങ്ങൾ വരണം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കൈപൊക്കേണ്ട ചില 0 hour ഉണ്ടാവും. നിയമസഭയിൽ മാത്രമല്ല 0 hour ഉണ്ടാകണത്. 0 സമയം നമ്മുടെ ജീവിതത്തിലുണ്ടാവും. നമുക്ക് റിലേ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം. ഒന്നിലും പ്രത്യാശ വെക്കണില്ല. പിന്നെ ഇതെല്ലാം കീഴി ഓർക്കുമ്പോൾ ഇനി നമ്മൾ ഈ ട്രയലെല്ലാം ജയിച്ചെന്ന് തന്നെ വിചാരിക്കുക. അപ്പം നമുക്ക് തോന്നും ആർക്ക് വേണ്ടിയാ? ഞാൻ നേടിയത് എല്ലാം അനുഭവിച്ചത് എൻ്റെ മക്കളും ഭാര്യയും ഭർത്താവും ഒക്കെയാണ്. പക്ഷേ ഈ എന്നോട് കാണിക്കുന്ന ഒരു രീതി നോക്കാനാണെങ്കിൽ എന്തിനാണ് വെറുതെ അധ്വാനിച്ച് കൂട്ടുന്നത്? എങ്ങനെയെങ്കിലും ആകട്ടെ എന്ന്. ഇത് ഈശോ നേരത്തെ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് സൂചന തന്നിട്ടുണ്ട്. അതായത് എന്നെക്കാൾ ഉപരി ഈശോയെക്കാളും ഫസ്റ്റ് റെഫറൻസ് വസ്തുവിനെ വ്യക്തിക്ക് വന്നാൽ നമുക്ക് സ്വാഭാവികമായി കുറച്ച് കഴിയുമ്പോൾ ഒരു വാക്വം ഫീൽ ചെയ്യും, ഒരു ശൂന്യത. നിങ്ങൾക്ക് എന്തെങ്കിലും ശൂന്യത ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലേ അത് ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരാളവിടെ കാത്തു നിൽക്കുന്നു. ഹിസ് നെയിം ഈസ് ജീസസ് ക്രൈസ്റ്റ്. അവൻ്റെ പേരാണ് കർത്താവ്. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ജീവന്റെ സന്തോഷത്തോടെ മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ ആരാധന പാടാം. മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. കൈ നെഞ്ചത്ത് വെച്ച് സന്തോഷത്തോടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഇടിമുഴകം പോലെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ശ്രുതികളുടെ ഹല്ലേലൂയ 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 പാടുക. ആരാധന
ജീവന്റെ തിരുഭോജ്യമേ തിരുവത്താഴമേശയിലെ സംഭാരമേ തിരുവത്താഴമേശയിലെ സംഭാരമേ ഓ ദിവ്യമാ സ്നേഹമേ ഓ ദിവ്യകാരുണ്യമേ ഓ ദിവ്യമാ സ്നേഹമേ ഓ ദിവ്യമാ സ്നേഹമേ ഓ ദിവ്യകാരുണ്യമേ മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ തിരുവത്താഴമേശയിലെ സംഭാരമേ ഓ ദിവ്യമാ സ്നേഹമേ ഓ ദിവ്യകാരുണ്യമേ ഓ ദിവ്യമാ സ്നേഹമേ ഓ ദിവ്യമാ സ്നേഹമേ ഓ ദിവ്യകാരുണ്യമേ മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ ആരാധന മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ ആരാധന മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ ശ്രുതിക്കട്ടെ സന്തോഷത്തോടെ ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഭാഷാപരം അറിയുന്നവരെ ഭാഷാപരത്ത് ശ്രുതിക്കട്ടെ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ അങ്ങയുടെ ജനത്തെ നോക്കി പാർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുള്ള സ്നേഹത്തെ പ്രതി ദിവ്യകാലത്തെ എഴുന്നള്ളിയിരിക്കുന്ന നാഥ, അങ്ങയുടെ മക്കളെ ഈ ആരാധനയിലൂടെ നീ കണ്ടുമുട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളില് ആത്മീയ ശക്തിയായി ഈശോയെ, ജീവിത മേഖലകളില് ഈശോയെ ഞങ്ങളുടെ നേർ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. എൻ്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴും നമ്മൾ എന്തിനാ ആരാധിക്കണത്? അത് ആരാധനയുടെ ഭാഷ എന്താ? ആരാധനയും സ്തുതിപ്പും പാടുമ്പോഴൊക്കെ നിനക്കും തോന്നണം, ദൈവത്തിനും തോന്നണം. എന്താണ് നിനക്ക് തോന്നേണ്ടത്? ഞാൻ എൻ്റെ ദൈവത്തെ വിശ്വസിക്കുന്നു, സ്നേഹിക്കുന്നു. ദൈവത്തിനും തോന്നണം, എൻ്റെ മകൻ, എൻ്റെ മകൾ എന്നെ സ്നേഹിക്കുന്നു. എൻ്റെ മക്കളെ, ഇതിനകത്ത് ഇത്രയും നാൾ ഞാൻ പഠിച്ച ഒരു കാര്യമുണ്ട്. വാട്ട് മേ ബി യുവർ കണ്ടീഷൻ, നിൻ്റെ ആധ്യാത്മിക നില എന്തുമാകാം, നിൻ്റെ ജീവിത സാഹചര്യമോ മാനസികാവസ്ഥയോ പാപാവസ്ഥയോ എന്തുമാകാം. പക്ഷേ എപ്പോഴും എന്തായാലും ഒന്നാകാൻ പാടില്ല. ദാവീദ് പണ്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് കണ്ണീരോടെ പ്രാർത്ഥിച്ചതാണ്. എന്തൊക്കെ എൻ്റെ സിറ്റുവേഷൻസ് ആയാലും ഒന്നാകാൻ പാടില്ല. എന്താണ് ആകാൻ പാടില്ലാത്തത്? അങ്ങയുടെ മുമ്പിൽ നിന്ന്
എന്നെ തള്ളിക്കളിയരുത്. ഒരു ഡ്രാസ്റ്റിക് സിറ്റുവേഷൻസ് ഒക്കെ ചെയ്തിരിക്കുന്നതാണ്. വളരെ മോശമായ ഒരു ജീവിത പാപ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് മാക്സിമം ദൈവത്തിൽ നിന്ന് അകന്നു പോകാനുള്ള എല്ലാവിധ അവസ്ഥകളും അയാൾ തന്നെ ഒപ്പിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ സ്റ്റിൽ ഹീസ് ക്ലെയിമിങ്, അതായത് അയാളുടെ ഒരു സ്നേഹമുണ്ട് ദൈവത്തോടുള്ള. എൻ്റെ മക്കളെ, മിനിമം ദി ലവ് ഓഫ് ഗോഡ് നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം. അതിന് വേറെ ഒന്നും നിങ്ങൾക്ക് തന്നതോ നിങ്ങൾ കൊടുത്തതോ ഒന്നുമല്ല. വാട്ട് ഹി ഹാസ് ഗിവൺ അസ്, അവനെന്താണ് തന്നത് അത് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. ഹിസ് ലൈഫ്, അവൻ്റെ ജീവിതം അങ്ങനെ തന്നെ തന്നതാണ്. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ ഞങ്ങളോട് വസിക്കുന്ന ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, നന്ദി, ആരാധന. ഹല്ലേലൂയ, ജീവന്റെ തിരുഭോജ്യമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. യേശുവിൻ്റെ അനുഭവം ആണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ദൈവാനുഭവം എന്ന് പറയുന്നത്. യേശുവിൻ്റെ അനുഭവമാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ദൈവാനുഭവം എന്ന് പറയുന്നത്. യേശുവിൻ്റെ അനുഭവത്തിൻ്റെ ആകത്തുക ഞാൻ മനസ്സിലാക്കിയത് സ്റ്റിൽ ഐ ലവ് യു എന്ന് പറയണതാണ്. ശരീരം മുഴുവനും ഒരു വരഞ്ഞ് ഒരു കുറവ് ഇറച്ചിയായിട്ട് മുള്ളൊക്കെ തലയെ കുത്തിക്കയറ്റി ഇങ്ങനെ അർത്ഥനഗ്നനായിട്ട് ഇങ്ങനെ വിറകെ തൂങ്ങുമ്പോഴും അവസാനം പറയുന്ന വാക്കാണ് അപ്പായോട്, അപ്പാ ദിസ് ദ സിറ്റുവേഷൻസ്, ഇതാണ് എൻ്റെ അവസ്ഥ, സ്റ്റിൽ ഐ ലവ് യു. എന്താണ് അതിന് പകരം പറഞ്ഞ വാക്കുണ്ട്, അപ്പാ എൻ്റെ ആത്മാവിന് ഞാൻ സമർപ്പിക്കുന്നു. കൈയിടിച്ച് കർത്താവിനെ ഹല്ലേലൂയ. ജീവന്റെ തിരുഭോജ്യമേ, സന്തോഷത്തോടെ ആരാധന മാലാഖമാരുപ്പം ജീവന്റെ തിരുഭോജ്യമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യോഹന്നാൻ 19:30. യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. അതിന് മുമ്പ് ഒരു വാക്ക് പറഞ്ഞായിരുന്നു, അപ്പാ എലോയ് ലാമ സബക്താനി. അത് അവൻ തന്നെ പറഞ്ഞതാണ്. നമ്മുടെ ഭാഗത്തു നിന്ന് ജീവിതത്തിൽ ചില സമയത്ത് നമ്മൾ പരീക്ഷയ്ക്ക് നോക്കാം, അല്ലേ? നമ്മൾക്ക് സഹായിക്കാം എന്ന് പറഞ്ഞിരുന്നവരുടെ പേരിൽ നമ്മൾ ദൈവത്തിന് നന്ദി നേരത്തെ പറഞ്ഞു കാണും. അയ്യോ ദൈവമേ നന്ദി, ഞാൻ അവരെന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അപ്പം നമ്മൾ ദൈവത്തോട് നന്ദിയൊക്കെ പറഞ്ഞ് ജീവിക്കുകയാണ്. പക്ഷെ അവർ കുറച്ച് കഴിയുമ്പോൾ കാല് മാറും. അപ്പം നമ്മൾ നന്ദിയെല്ലാം തിരിച്ചെടുക്കും. നമ്മൾ തിരിച്ചെടുപ്പുകാരാണല്ലോ. എന്തെങ്കിലും ദൈവത്തെ കൊടുത്തു പോയെങ്കിൽ നമ്മളത് തിരിച്ചെടുക്കും. എന്താ കാര്യം? തിരിച്ചെടുക്കണമെന്ന് പറയത്തില്ലേ, എന്നാലും നമ്മുടെ പ്രാർത്ഥനയില്ലായ്മയും നിരാശയൊക്കെ കാണുമ്പോൾ
ദൈവത്തിന് തോന്നും. പണ്ട് പറഞ്ഞ നന്ദിയെല്ലാം ആൾ തിരിച്ചെടുത്തെന്ന് പറയും. അതായത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു ആഴമായ ബന്ധം ഉറപ്പിക്കണ ഒരു പരിപാടിയാണ്. ഫയലിംഗ് എന്ന് പറയും നമ്മൾ ശരിക്കും, അല്ലേ? ചില ചതുപ്പ് നിലങ്ങളിലൊക്കെ കെട്ടിടം പണിയണമെങ്കിൽ ഫയല് താത്തണം, അല്ലേ? 10 മീറ്റർ 20 മീറ്റർ. നിങ്ങൾക്ക് ചെറുക്കൊന്നും അത് പിടികിട്ടത്തില്ല. കാരണം ഈ കിഴക്ക് നാട്ടിലൊക്കെ അധികം ഫയലിടേണ്ട ആവശ്യമില്ല, അവിടെ പാറ നല്ല ഉറച്ച പാറയാണ്. ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെയൊക്കെ ഫയലിങ് ഭയങ്കരമാണ്. കലവൂർ അത്രയും വരുന്നില്ല. പക്ഷേ എൻ്റെ നാട്ടിലൊക്കെ 19 മീറ്ററൊക്കെയാണ് തൂണിറക്കി കളയണത് ഒരു കെട്ടിടത്തിൻ്റെ. 19 മീറ്റർ ഭൂമിയുടെ അടിയിൽ പോകും. 10-30 ലക്ഷം രൂപ ചുമ്മാ തൂണിൻ്റെ ഭൂമിയുടെ അടി തന്നെ പോവുകയാണ് കെട്ടിടത്തിൻ്റെ തൂണുകളിൽ ഇറക്കാൻ. അത് തന്നെ പാറയില്ല, മുട്ടണില്ല ഒരിടത്തും, ഇങ്ങനെ കുഴഞ്ഞ് ചെളി പോലെ കിടക്കുകയാണ്. അപ്പോൾ അവർ പതുക്കെ ഇത് ഇറക്കി പോകും. ഇപ്പം എൻ്റെ സംബന്ധിച്ചാൽ അപ്പം നോക്കും, നിങ്ങൾ ചോദിക്കും എല്ലാവരുടെ ഹൃദയവും ഇതുപോലെയാണ്. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ചില വചനങ്ങൾക്ക് ചില നിലങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണത്. ഞാൻ എന്തിനാണെന്നറിയാമോ? നിങ്ങൾ ഇപ്പോഴും വീടില്ല, ജോലിയില്ല, വിവാഹം ഒക്കണില്ല, മക്കളില്ല, കുടുംബത്തിൽ കലഹമാണ്, മകൻ കഞ്ചാവാണെന്നൊക്കെ പറഞ്ഞൊക്കെയാണ് വന്നിരിക്കണത് പലരും. ചിലരെങ്കിലും അങ്ങനെ, ചിലർക്ക് ജോലിയില്ല, സാമ്പത്തിക കടവാണ്. ഞാനിതൊന്നും ഇപ്പോൾ മൈൻഡ് ചെയ്യണില്ലല്ലോ. എന്താ കാര്യം? ഇത് ഓൾറെഡി, അതായത് ഇതിൻ്റെ അപ്പുറവും കർത്താവ് അൾത്താര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ആവശ്യമുള്ള, അത് ചെയ്യാൻ പറ്റുന്നവർക്കും പറ്റാത്തവർക്കും അതൊന്നും ദൈവം നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ ഫയലും ഒന്നും നോക്കാതെയാണ് ഒപ്പിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഫയൽ അത് നിങ്ങളുടെ പഴയ കാല ജീവിതം എന്തായിരുന്നു, ഇപ്പോഴെന്താണ്, അങ്ങനെ ഒന്ന് പഴയ എക്സസൈസൊക്കെ നോക്കാതെ ചുമ്മാ ഉടമ്പടിയിൽ ഒപ്പിട്ട് മാറുകയാണ്. നമ്മൾ ഞെട്ടിപ്പോകും. അപ്പം ദൈവം നമ്മോട് കാണിക്കുന്ന വലിയ കരുണയാണ് ശരിക്കും. അല്ലെങ്കിൽ കൃപാസനം എന്നുള്ള പേര് തന്നെ കരുണയെന്നാണ് എൻ്റെ പേര്, യഥാർത്ഥ പേര്, സീറ്റ് ഓഫ് മേഴ്സി. നമ്മൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ്. കൃപയെങ്കിലും ഇതിൻ്റെ അകത്ത് കൃപ നമ്മളെ യോഗ്യതയ്ക്ക് അപ്പുറത്ത് നമുക്ക് അയോഗ്യതയാണെങ്കിലും ദൈവം നമുക്ക് തരുന്ന ദാനത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ കരുണയാണ്. അപ്പോൾ സ്വാഭാവികമായി ഈ മണ്ണിൽ നീ ചവിട്ടിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഓൺലൈനാണ്, നീ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ലൈറ്റക്കാരൻ്റെ പേരക്കസിലേക്ക് കൃപാസന ശുശ്രൂഷയുമായിട്ട് നിൻ്റെ ജീവിതം ലിങ്ക് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിനക്ക് കരുണ ലഭിക്കും. ചിലപ്പോൾ നിനക്ക് കിട്ടേണ്ടത് ആ വിഷയം തന്നെ ദൈവം ഇടപെടും, അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ പറഞ്ഞു തരും. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മനസ്സിൽ വലിയ ബുദ്ധിയുള്ള ആ വലിയ തലയിൽ നിന്ന് നിനക്ക് ആശയങ്ങൾ കിട്ടും. കാര്യം ആശയം, യേശു ഒരേ സമയം തന്നെ ആശയവുമാണ്. നമ്മൾ ഈ ഉടമ്പടിയുടെ ബേസ് എന്താ, അതിൻ്റെ സോഴ്സ് എന്ന് പറയണത്, അതിൻ്റെ ബേസ് എന്ന് പറയണത് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള 8582 വാഗ്ദാനങ്ങളാണ്. അപ്പോൾ ഈ 8582 വാഗ്ദാനങ്ങളിൽ ഉള്ളതേ ഉള്ളൂ ഒരു മനുഷ്യൻ്റെ അനുദിന ജീവിതവും നിത്യജീവിതവും. ഇപ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയാണ് 8582 വാഗ്ദാനങ്ങളുള്ളത്. അപ്പോൾ ഈ വാഗ്ദാനങ്ങളിൽ ഓൾറെഡി വാഗ്ദാനം ഇഷ്യൂ ചെയ്തിരിക്കുന്നതാണ്. വാഗ്ദാനം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കീമാണ്. വചനത്തിൽ നമുക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും അനുഗ്രഹങ്ങളും ദൈവം അതിൻ്റെ ബേസിക് ഇഷ്യൂ ചെയ്തിരിക്കുന്ന വാഗ്ദാനങ്ങളുടെ രൂപത്തിലാണ്. അപ്പോൾ നമ്മളുടെ സന്താനങ്ങൾ, നമ്മുടെ വിജയം, നമ്മുടെ പഠനം, നമ്മളുടെ വിസ, നമ്മുടെ PR, നമ്മുടെ സ്ഥലം വിൽപ്പന, നമ്മുടെ കിട്ടാത്ത വഴി, നമ്മുടെ കിട്ടാത്ത വെള്ളമില്ലാത്ത കിണർ എന്ന് പറഞ്ഞ എല്ലാ സംഭവങ്ങളും വാഗ്ദാനത്തിൽ ഓൾറെഡി ഉള്ളതാണ്, സ്കീമിലുള്ളതാണ്. സ്കീമിന് പുറത്തൊന്നുമില്ല. ഇപ്പം നിങ്ങൾ ലൈഫ് മിഷനിൽ ചെന്നിട്ട് ചോദിക്കുകയാണ് ഞങ്ങളുടെ വീട് റിപ്പയർ ചെയ്ത് തരാൻ പറഞ്ഞാൽ അവർ തരത്തില്ല.
അവരോട് നിങ്ങൾക്ക് പുതിയ വീട് വെച്ച് തരാം, 4 ലക്ഷം രൂപ സർക്കാരും ബാക്കി 8 ലക്ഷം നിങ്ങൾ എടുക്കണമെന്ന് പറയും. കാര്യം എന്താണ്? റിപ്പയർ ചെയ്യാൻ സ്കീമില്ല. നിങ്ങൾ പറഞ്ഞ ശരിയാണ്, നിങ്ങളെ വീട് മഴയത്ത് ചോരുന്നുണ്ട്, പക്ഷേ അതിൻ്റെ അടുത്തിടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് റിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് 20 കൊല്ലം അതിനകത്ത് ജീവിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്കറിയാം. ലൈഫ് മിഷൻ്റെ വീട് കിട്ടിയാൽ 4 ലക്ഷത്തിന് പിന്നെ 8 ലക്ഷം വേറെ ഉണ്ടാക്കണ്ടേ? അപ്പോൾ ഇതുകൊണ്ട് ഒരു 2 ലക്ഷം 3 ലക്ഷം രൂപ കിട്ടുകയാണെങ്കിൽ ഇവൻ നമുക്ക് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാം. അത് നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ ഗവൺമെൻറ് എന്താ പറയണത്? അതിന് സ്കീമില്ലെന്ന് പറയും. പക്ഷെ ദൈവത്തിൻ്റെ കയ്യിൽ എല്ലാത്തിനും സ്കീംസ് ഉണ്ട്. നമ്മൾ സ്കീമില്ലെങ്കിൽ ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പഞ്ചായത്ത് സെക്രട്ടറിക്കോ ആർക്കോ MLAക്കോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ MP ഫണ്ട് MLA ഫണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ അതിനൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റാറ്റ്യൂട്ട്സ് ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ. 5 പൈസ ഗവൺമെൻറ് MPക്ക് പോലും എടുത്ത് മുടക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒബ്ജക്ഷനും CIGയും വിജിലൻസും ഒക്കെ എല്ലാം വരും, എല്ലാ സിറ്റുവേഷൻസ് വരും. അപ്പോൾ എന്താ പറഞ്ഞു? പക്ഷേ എന്താ സംഭവിച്ചാൽ സ്കീമില്ലാത്തത് കൊണ്ടാണ്. ഞാൻ എന്താ പറഞ്ഞു വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ സെക്കുലർ കാര്യം പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ അത് ആധ്യാത്മിക കാര്യമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യണമെങ്കിൽ കറക്റ്റായിരിക്കും. കാര്യം ദൈവം ഇപ്പം നിനക്ക് വാർദ്ധക്യമാണ്, അപ്പം നിനക്ക് നിൻ്റെ രോഗം മാറി നിനക്ക് പഴയ ആരോഗ്യത്തിലേക്ക് വരണം. അതിന് സ്കീമുണ്ട്. ആ സ്കീമുണ്ട് അതിൻ്റെ അകത്ത്. ബൈബിളിൽ പല വിഷയങ്ങളിലും പറഞ്ഞു പല മേഖലകളിലും നിൻ്റെ ആരോഗ്യം, നിൻ്റെ ആയുസ് തന്നെ ദൈവം നീട്ടി തന്നെ കണ്ടിട്ടുണ്ട്. അതും ബൈബിളിലുള്ളതാണ്, ഉടമ്പടിയുടെ ഒരു ഭാഗമാണ്. അപ്പം ഇന്ന കാര്യം ഇപ്പം നിനക്ക് കടങ്ങൾ പരിഹരിച്ചു, അല്ലെങ്കിൽ നിൻ്റെ പഠനങ്ങൾ. ഇപ്പോൾ ഒരു സാക്ഷ്യം എന്താ വന്നിരിക്കണത്, അവർക്ക് MSc ആണ്. അവർ MSc അവർക്ക് വേണ്ടത് ഫിസിക്സാണ്. ഫിസിക്സിൻ്റെ PhD വരണത്. MSc PhD അവർക്ക് വേണ്ടത് ഫിസിക്സിലെ. പക്ഷേ എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു സെക്കൻഡ് സെമ്മിൻ്റെ പേപ്പർ ഫെയിലാണ്. അപ്പം BSc സെക്കൻഡ് സെമ്മിൻ്റെ പേപ്പർ ബാക്കി MSc സെക്കൻഡ് സെമ്മിൻ്റെ പേപ്പർ ഫെയിലാണ് അവർ. അപ്പം PhD കിട്ടത്തില്ലല്ലോ, ഉറപ്പല്ലേ? അപ്പോഴേ ഫസ്റ്റ് സെമ്മിൻ്റെ പേപ്പർ അവർ ജയിച്ചിട്ടുണ്ട്, 3rd സെം ജയിച്ചിട്ടുണ്ട്, 4th സെം ജയിച്ചിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് സെം അവർ ഫെയിലാണ്. അപ്പം PhD കിട്ടത്തില്ല. ഉടമ്പടി ഭാഷ എന്താ പറയേണ്ടത്? മെറിറ്റില്ല. അതല്ല സംഭവം. ഉടമ്പടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ മെറിറ്റില്ല. പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് യോഗ്യതയില്ല. PhDക്ക് അവർക്ക് യോഗ്യതയില്ല. ഈ യോഗ്യതയില്ലാത്ത ഒരു ദുരന്തം മനുഷ്യരാശി അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് മനുഷ്യർ അനുഭവിക്കുമെന്ന് ആദ്യമേ കണ്ടുപിടിച്ചത് ആരാണ്? ട്രേസ് ഔട്ട് ചെയ്തത്, ആ പ്രോബ്ലം ട്രേസ് ഔട്ട് ചെയ്തത് ആരാണ്? ദൈവമാണ്. ഞാൻ ശരിക്കും പിന്നെ അത് കുറച്ച് കണ്ണ് തുറന്നു പോകും. നമുക്ക് മനുഷ്യന്മാരുടെ മുഴുവൻ പ്രശ്നം എന്താണ്? അവർക്ക് ആ ഒരു സബ്ജക്റ്റിൽ യോഗ്യതയില്ല എന്നുള്ളതാണ് എൻ്റെ സബ്ജക്റ്റ്. ഇപ്പം ഞാൻ പഠിക്കണ കാലത്ത് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, പഠിക്കണ കാലത്ത് ഇതിനേക്കാൾ ഗതികെട്ട ആരോഗ്യമാണ്. അന്ന് കാലം എത്ര ഉണ്ട്? 22 വയസ്സ്. എല്ലാ മനുഷ്യരും സുന്ദരമായിട്ട് ഈ ആരോഗ്യത്തോടെ ഇരിക്കുന്ന യൗവനക്കാലത്ത് ഞാൻ രോഗിയായിട്ട് ആശുപത്രികളിലാണ് പലപ്പോഴും. എൻ്റെ കൂട്ടുകാർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ അതിജീവിക്കത്തില്ല, അച്ഛനായ 1 കൊല്ലമേ ജീവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് അപ്പോൾ ഞാനത് ഉടനെ ലിങ്ക് ചെയ്യണ കർത്താവ് രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് പെരിയാറിൻ്റെ നിന്ന് 3ാം നില എൻ്റെ ഡോർമെട്രിൽ നിന്ന് ഞാൻ പെരിയാറിലേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അവസാനത്തെ ട്രെയിൻ വരണ വരെ. വെളുപ്പിന് 3:30 ട്രെയിനുണ്ട് ആലുവ പാലത്തിൻ്റെ കൂടെ. അത് കണ്ടു കഴിഞ്ഞിട്ട് പോയി കിടന്നുറങ്ങും. അത്രയും സമയം ഞാൻ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കും, ഇരുട്ടത്ത് നോക്കി പെരിയാർ നോക്കിയിരിക്കും. എന്താ കാര്യം? എനിക്ക് മെറിറ്റില്ലെന്ന് എനിക്കറിയാം. ഇന്നൊക്കെയാണ് ഞാനത് പറയണത്, മെറിറ്റില്ല. പണ്ട് അങ്ങനെയല്ല പറഞ്ഞത്, ഗതികേടാണെന്ന് പറഞ്ഞത്. ഇന്ന് ഞാൻ മെറിറ്റില്ലെന്നൊക്കെയാണ് പറയണത്, സ്റ്റാൻഡേർഡായിട്ട് ബിബ്ലിക്കൽ ലാംഗ്വേജ് ഉപയോഗിക്കുകയാണ്. അന്ന് ഞാൻ പറഞ്ഞത്, നീ ഒന്ന് കണ്ണ് തുറന്നാലേ എൻ്റെ ജീവിതമുള്ളൂ. കാര്യം എൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയാം. ഞാനും പറയും, എനിക്ക് ഒത്തിരി മോഹങ്ങളൊന്നുമില്ല, അച്ഛനായിട്ട് 1 കൊല്ലം ജീവിച്ച് കുർബാന ചെല്ലണം, അത്രയേ ഉള്ളൂ. അതിന് ക്ലോസ്, അതൊരു പ്രശ്നമില്ലെന്ന് പറയും. അതെനിക്ക് പ്രശ്നമില്ലായിരുന്നു അന്ന്. പക്ഷേ ഇപ്പോൾ എത്രയോ വർഷം, 36 വർഷമായില്ലേ. 36 വർഷമായിട്ട് ഞാൻ നിലനിൽക്കുകയല്ലേ. ഇതെന്താ നിലനിൽക്കുന്നത്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്.
നിൻ്റെ ആരോഗ്യമല്ല, കർത്താവിൻ്റെ ആയുസ്സിൻ്റെ അഭിഷേകവും ആരോഗ്യം. അതാണ് ആന്തരികമായ ആരോഗ്യം. കർത്താവ് തീരുമാനിച്ചാൽ നീ നിലനിൽക്കും. കൈയിടിച്ച് കർത്താവിനെ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാ അനുദിനവും. നമ്മൾ ഈ കുറുക്കൻ്റെ കണ്ണ് കോഴിക്കോട്ടിലെന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഒരു കണ്ണെന്താ? ഉടമ്പടി ചെയ്യുന്നതിൻ്റെ കണ്ണ് എവിടെയാ? കൃപയിലാണ്. മനസ്സിലായ? കൃപ, നോട്ട് ഓൺ ബ്ലെസ്സിങ്, അനുഗ്രഹത്തിലല്ല, കൃപ. എപ്പോഴും നിങ്ങൾ കൈ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിച്ചേ. ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, പരമപിതാവിൻ്റെ മനപ്രസാദമായി നീ നേടിയെടുത്ത കൃപയാൽ നിന്റെ നാമത്തിലെ നെഞ്ചിലും നെറ്റിയിലും അഭിഷേകമുദ്ര സ്വീകരിച്ച എളിയ വിശ്വാസിയായ എളിയ സ്നേഹിതയായ അങ്ങയുടെ പൈതലായ എന്റെ മേൽ കൃപയുടെ അഭിഷേകം ചൊരിയണമേ. എല്ലാ വിശുദ്ധന്മാരെ, രക്തസാക്ഷികളെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഈശോ കൃപയാൽ നിറക്കണമേ, കൃപയാൽ ചൊരിയണമേ, അഭിഷേകം ചെയ്യണമേ. അപ്പോഴൊരു ഫെയിൽഡ് സർട്ടിഫിക്കറ്റ് കയ്യിലുള്ളത് എന്തിൻ്റെ? MSc ഫിസിക്സിൻ്റെ ഫെയിൽഡ് സർട്ടിഫിക്കറ്റ്. സെക്കൻഡ് സെം തോറ്റിരിക്കണതാണ്. അപ്പോൾ നമുക്ക് മെറിറ്റില്ല. പക്ഷെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ആശയം എമർജ് ചെയ്യും. പെട്ടെന്ന്, അതായത് ഉടമ്പടി എടുക്കുന്ന ദിവസങ്ങളിലും അക്കാലങ്ങളിലുമൊക്കെ നീ വളരെ ശ്രദ്ധിക്കണം. ഇവരെന്താ കാണിച്ചാൽ അവർക്ക് പെട്ടെന്ന് അവർ ഇമെയിലിൽ ഒരു കോൾ ഫോർ ചെയ്തു. എന്താണ്? VNIയിൽ യൂണിവേഴ്സിറ്റി ഫിസിക്സിന് വേണ്ടി സയൻറ്റിസ്റ്റിൻ്റെ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് പറയുന്നു. അപ്പോൾ മകൾ അമ്മയോട് ചോദിക്കും, അമ്മേ ഞാൻ എനിക്ക് കൊടുക്കാവോ എന്ന് ചോദിക്കും. അപ്പോൾ അമ്മ +2 ടീച്ചറാണ്, ബെറ്റി പുനമാവ്. ആ സാക്ഷി നിങ്ങൾ കേട്ട് കാണും. അതായത് എന്താ, അമ്മ +2 ടീച്ചറാണ്, മകൾ MScക്ക് ഫിസിക്സ് ഫെയിലാണ്. പക്ഷേ VNIയിൽ സയൻറ്റിസ്റ്റിൻ്റെ PhD ഡോക്ടർ തീസിനെ വിളിച്ച് കോൾ ഫോർ ചെയ്തിരിക്കുകയാണ്. ഫുൾ, അതായത് അത് കിട്ടിയാൽ ഫുള്ളായിട്ട് 5 പൈസ മുടക്കാതെ പഠിക്കാൻ പറ്റും. അപ്പോൾ അവൾക്ക് കൊതി കൊണ്ട് അമ്മയോട് ചോദിക്കും. അവൾക്ക് തോറ്റെന്ന് അമ്മയ്ക്കും അറിയാം, അവൾക്കും അറിയാം. അമ്മയോട് ചോദിക്കും, അമ്മ ഇത് കൊടുക്കാവോ? അപ്പോൾ അവൾ കൊടുക്കണ്ട, നീ തോറ്റതില്ലെന്നല്ല അമ്മ നെഗറ്റീവ് പറഞ്ഞില്ല. അതാണ് രസം. പക്ഷേ എന്താ പറയാഞ്ഞെന്ന് അവർ പറയുന്നു, ടീച്ചർ പറയുന്നുണ്ട് സാക്ഷ്യത്തിൽ. എന്താ പറയാഞ്ഞത്? നീ തോറ്റതല്ലേ, ആ പേപ്പർ ഇവിടെ ഇല്ലല്ല, വെറുതെ ചുമ്മാ സമയം കളയണ്ട എന്നല്ലേ അതിൻ്റെ മറുപടി. പക്ഷെ അവർ മകൾക്ക് ഒരു ഡെസ്ക് ആകണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അമ്മ പറയും, നീ കൊടുക്കെന്ന് പറയും. ദാറ്റ് മീൻസ് ഞാൻ ഇപ്പോഴും നിങ്ങളോട് മുമ്പിൽ പറയണത്, ഒരു 0- നിന്ന് ഒരു സബ്ജക്റ്റ് മൂവ് ചെയ്യണ വിധം കണ്ടില്ലേ? 0- നിന്ന് ഒരു സബ്ജക്റ്റ് മൂവ് ചെയ്ത് കയറുകയാണ് ഒരു ചെയ്യാൻ. കൊടുക്കാൻ പറഞ്ഞോടുകൂടി ഇവർ അവരുടെ ബയോഡേറ്റയും അവരുടെ മാർക്ക് ലിസ്റ്റും ഫസ്റ്റ് സെമ്മിൻ്റെ കൊടുത്തു. സെക്കൻഡ് സെം ഫെയിലാണ്, അത് കൊടുത്തില്ല. കൊടുത്താൽ അപ്പോൾ തന്നെ അവർ ക്ലോസ് ആക്കി കളയല്ല. അത് കൊടുത്തില്ല. അവർ തേർഡ് സെമ്മും കൊടുത്തു,
പിന്നെ 4th സെമ്മും കൊടുത്തു. അപ്പോൾ ഉടനെ സായിപ്പ് അവിടെ നിന്ന് വിളിച്ച് ചോദിച്ച് വെരി സെക്കൻഡ് സെം എന്ന് ചോദിച്ചു. അപ്പോൾ സോറി എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഞങ്ങളത് ഫെയിലാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഫെയിലാണ്, അതുകൊണ്ടാണ് പ്രേസ് ചെയ്യാഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഫെയിലാണെന്ന് പറഞ്ഞ് ഫെയിലിൻ്റെ സെക്കൻഡ് സെം സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് കൊടുത്ത് വിട്ട്. അപ്പോൾ അവരുദ്ദേശിക്കുന്നത് അത് നമുക്കതുകൊണ്ട് ക്ലോസ് ചെയ്യാമല്ലേ കമ്മ്യൂണിക്കേഷൻ. ഇനി അതെന്ന് പറഞ്ഞ് നടക്കേണ്ട കാര്യമില്ലല്ലോ, നമുക്കിത് ഇതോടുകൂടി ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞാണ്ട് അമ്മയും മകളും കൂടി ഫെയിലിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുത്ത് വിടണം. നിങ്ങളെപ്പോഴും വിചാരിക്കേണ്ട ഒരു വിഷയം, നിങ്ങൾ അമ്മയും മകളും അല്ലല്ലോ, വേറെ ഒരാളുണ്ടല്ലോ ഉടമ്പടി ചെയ്ത ആൾ. ഇതാണ് പ്രശ്നം. ഇത് നിങ്ങൾ തിരിച്ചും പറയാൻ മനസ്സിലാക്കണം. അവരവരുടെ രീതിയിലാണ് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യണത്. പക്ഷെ നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ ഒരാൾ നിങ്ങളുടെ കൂടെ അങ്ങോട്ട് വരികയാണ്. അത് വരണമല്ല. എന്താ കമ്പസ് കഴിഞ്ഞാൽ അവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഷായ എന്നും പറഞ്ഞൊരു ടീച്ചർ, ഷാ സാമുവൽ, അവരെന്നാ പറയണമെന്ന് വെച്ചാൽ എപ്പോഴും അമ്മയുടെ ഒരു സാന്നിധ്യം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നാണ്. എപ്പോഴും അമ്മയുടെ ഒരു സാന്നിധ്യം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പൊട്ടത്തടമൊക്കെ ചെയ്യാൻ പോയാൽ ചെയ്യിക്കത്തില്ല. ഇത് ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, ആത്മാവിനെ നയിക്കപ്പെടുന്നത്. പക്ഷെ ഉടമ്പടി ആത്മാവിനാലും അമ്മയായാലും നയിക്കപ്പെടുന്നതാണ്. അമ്മയുടെ സാന്നിധ്യം നമുക്ക് ഫീൽ ചെയ്യും. ഷാ പറയണത് എനിക്ക് ഇത് കൃപാസനം കുറേ പത്രമൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിന്നെ ഓരോരുത്തർക്കും കുറേ പത്രമൊക്കെ ഉണ്ട്, ചുമ്മാ തട്ടിപ്പായിരിക്കും എന്ന് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞതാണ്. പക്ഷേ വൺസ് അവരുടെ അമ്മ മരിച്ചു, അവർക്ക് ഭയങ്കര ഭയമായി. കാരണം മരണം അല്ല, ഈ അമ്മ എന്ന് പറയുന്ന ആൾ ഭയങ്കര ആളായിരുന്നു. അമ്മ ദൈവത്തെ ജീവിക്കണത് ഈ ഷാ കണ്ടിട്ടുണ്ട്. 80 വയസ്സ് വരെ അമ്മ ജീവിച്ചതല്ലേ. അമ്മയ്ക്കുള്ളൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് അമ്മ ജീവിച്ചതും വിശ്വസിച്ചതും ജപമാലയും പരിശുദ്ധ കുർബാനയും ഉണ്ടെങ്കിൽ ഈ ഭൂമിയിൽ എങ്ങനെയും മനുഷ്യൻ ജീവിക്കാം, എന്തും അതിജീവിക്കാമെന്ന് ആ അമ്മ ഞങ്ങളെ പഠിപ്പിച്ചതാണ്. അത് കറക്റ്റാണ്. അതിലാണ് ഞങ്ങൾ വളർന്നു വന്നത്. ജപമാലയും പരിശുദ്ധ കുർബാനയും ഉണ്ടെങ്കിൽ ഈ ഭൂമിയിൽ എന്ത് തകർച്ചയെ അതിജീവിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞ് കാണിച്ച് പഠിപ്പിച്ചതെന്ന് അമ്മ. അത് കാരണം ഞങ്ങൾക്കറിയാം ജപമാല മതി, ഞങ്ങൾക്കറിയാം പരിശുദ്ധ കുർബാന മതി. അങ്ങനെയാണ് ഞാനും പഠിച്ചത്, +2 ടീച്ചറായത്. പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നം വന്ന്, എന്താ കാര്യം? അമ്മ മരിച്ചു. അമ്മ മരിച്ചോടുകൂടി എൻ്റെ ജീവിതം കാര്യം ആദ്യമായിട്ട് നമ്മൾ ഒത്തിരി മരിപ്പിലൊക്കെ പോകും, അത് നമ്മളധികം ഡിസ്റ്റർബ് ചെയ്യത്തില്ല. നമ്മളൊരു ഫങ്ഷന് പങ്കെടുത്ത പോലെ പലർക്കും തോന്നത്തുള്ളൂ. പക്ഷെ വൺസ് നമ്മുടെ ഹാർട്ടായിരുന്ന ആൾക്കാർ അടർന്നു പോയി കഴിയുമ്പോൾ വി വിൽ ഫീൽ ഇറ്റ്. അപ്പോഴാണ് നമ്മൾ മരണത്തിനെ നേരെ കാണുന്നത്. ഒരു നിമിഷം നമ്മുടെ ആശയും അസ്ഥിയുമായിരുന്ന ആൾ അപ്രത്യക്ഷമായി പോകുമ്പോൾ ഷാ ഫീലായെന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം ഫീലായി. അതൊക്കെ മുമ്പ് ഉണ്ടായിരുന്ന ഫീലിംഗ് അല്ല. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റണില്ല, ഇവർക്ക് ഭയമായിപ്പോയി. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റണില്ല, ഇവർക്ക് ഭയമായിപ്പോയി. എന്തോ വലിയ ദുരന്തം കുടുംബത്തിൽ സംഭവിക്കുന്നു. പിന്നെ ഇവർ പറയും എന്തൊക്കെ കുടുംബത്തിൽ ഇനിയും ദോഷങ്ങൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്നൊക്കെ ഞാൻ എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞ് ഞാനിങ്ങനെ ഡിപ്രസ്ഡായിപ്പോയി. അപ്പോഴാണ് എൻ്റെ ചേച്ചിയുടെ മകൻ വണ്ടിയിടിച്ച് മരിച്ചത്. അതോടെ അവരുടെ കാര്യം തീരുമാനമായി. അവർക്കും പിന്നെ അനങ്ങാൻ പറ്റാതെ. അപ്പം ചേച്ചിയും ഞാനും ചേടത്തി അനിത്യമാണേ. അമ്മയും മരിച്ചു, ചേടത്തിക്ക് മകൻ മരിച്ചപ്പോൾ അനിയത്തിക്ക് മകൻ മരിച്ച പോലെ തന്നെയാണ്. അവർക്ക് തമ്മിൽ അത്രയും റിലേഷൻസൊക്കെ ഉള്ളവരാണ്. അതോട് ബെറ്റി അതെന്താ അങ്ങനെ വന്നപ്പോൾ ഞാൻ ഡൗണായിപ്പോയി. പിന്നെ ഇനി എന്നൊക്കെ എത്ര ബുദ്ധിയുണ്ട്, എന്ത് വിശ്വാസ പാരമ്പര്യത്തിലാണ് ജനിച്ചത് ജീവിച്ചത് എന്ന് പറഞ്ഞാലും ചില ഹോംവർക്കുകൾ വന്നാൽ നമുക്ക് ചില സമയത്ത് താങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഇവരിനി എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഗ്ലൂമിയായി
ഈ അവസാദം പിടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്, ഇൻട്രോവർട്ടായിട്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇവർ പതുക്കെ ഉടമ്പടിയിലോട്ട് വരും. ആരോ ഒരു പത്രം കൊടുത്തതാണ്. അപ്പം നിങ്ങൾ ഈ പത്രം കൊടുക്കുമ്പോൾ നിങ്ങൾ ഓർക്കും ഞാനെങ്ങനെ ഈ പത്രം കൊണ്ടേ കൊടുക്കണമെന്നൊക്കെ നിങ്ങൾ പറയും. നിങ്ങൾ പത്രമല്ല കൊടുക്കണത്, യു ആർ ഗിവിങ് ജീസസ് ആക്ച്വലി. അത് നിങ്ങൾക്ക് മനസ്സിലാകണം. നിങ്ങൾക്ക് പത്രമായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അത് മുഴുവൻ കർത്താവിൻ്റെ വചനമല്ലേ, അത് മുഴുവൻ കർത്താവ് ഈ മാസം ചെയ്ത വർക്കുകളല്ലേ. എത്രയോ മനുഷ്യരാണ് നിങ്ങൾ വഴി കർത്താവിനെ അറിയാൻ പോകുന്നത്. അപ്പം മകനും മരിച്ചു, അതായത് ചേച്ചിയുടെ മകൻ, അമ്മയും മരിച്ചു. അതോടുകൂടി ഇവർ ഡിപ്രസ്ഡായി. കാരണം മരണത്തിൻ്റെ മണവും മരണത്തിൻ്റെ രുചിയും ഒക്കെ ഇവർ ആദ്യമായിട്ട് അനുഭവിക്കുക. ശരിക്കും ഉറ്റവരെ പോകുമ്പോഴാണല്ലോ നമുക്കിതെല്ലാം അനുഭവിക്കാൻ പറ്റണത്. അതോടുകൂടി ഇവർ ഡൗണായി. അപ്പോഴാണ് ഇങ്ങനെ ഈ ഡൗണായിരിക്കുന്ന അവസ്ഥകൾ, അപ്പോഴാണ് ആരോ ഒരു കൃപാസനം പത്രം കൊടുത്ത് ഇവർ ഈ ടീച്ചറിനെ കൊടുക്കും. പത്രമൊക്കെ വായിക്കും. പത്രമൊക്കെ വായിച്ചതിന് ശേഷം പിന്നീട് ഇവർ വന്ന് ഉടമ്പടി എടുക്കും. ഈ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ അവർ പറയുന്ന ഒരു കമൻ്റ് ഉണ്ട്. അതെന്താ പറയണത്? ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഉടനെ ഇവർക്ക് ലഭിക്കണമെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇവർക്ക് ധൈര്യം വരും. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഉടമ്പടി സാധ്യത എന്നൊക്കെ പറയണത് നമ്മൾ സാധാരണ ഒരു പ്രാർത്ഥനയുടെ സാധ്യതയല്ല ഇതിനകത്തുള്ളത്. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഇത്രയും ടോട്ടൽ ഡിസ്പ്രസ്ഡ്, സീറോ മൈനസ് ആയിട്ട് ഇങ്ങനെ ഫ്രീസായിട്ടിരിക്കുന്ന ആളാണ് ഈ ആൾ. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ, ഉടമ്പടി എന്ന് പറയുമ്പോൾ ദൈവമായിട്ട് ഇന്ന് റിലേഷനിലേക്ക് വരികയാണ്. ദൈവമായിട്ട് പക്ക ഗ്യാരണ്ടീഡ് റിലേഷൻ ഉടമ്പടിയല്ലേ ഉള്ളൂ. നിങ്ങൾ എന്തുമാത്രം പ്രാർത്ഥനാ രീതികൾ ലോകത്തുണ്ട് ഇല്ലേ? ഉണ്ടല്ലോ. പക്ഷെ ദൈവവുമായിട്ടൊരു പക്ക പേഴ്സണൽ റിലേഷൻ, ഗ്യാരണ്ടീഡ് റിലേഷൻ, അത് ഉടമ്പടിയിലേ ഉള്ളൂ. എന്താ കാര്യം? ഉടമ്പടി ദൈവത്തിൻ്റെ നിർമ്മിതമായ ഒരു പദ്ധതിയാണ്, ദൈവനിർമ്മിതമായ പദ്ധതിയാണ്. നമ്മളായിട്ട് കണ്ടുപിടിച്ച ഒരു പദ്ധതിയല്ല, ദൈവനിർമ്മിതമായ ഒരു പദ്ധതിയാണ് ഉടമ്പടി. ബൈബിൾ തന്നെ ദൈവം എക്സിക്യൂട്ട് ചെയ്യണത് ബൈബിൾ കൊടുത്തിട്ട് വായിക്കാനല്ല ദൈവം പറഞ്ഞത്, മര്യാദക്ക് ഉടമ്പടി ചെയ്യാനാണ് പറഞ്ഞത്. നമ്മൾ ബൈബിൾ 3 പ്രാവശ്യം എഴുതും, 1000 പ്രാവശ്യം എഴുതുമെന്നൊക്കെ പറഞ്ഞില്ലേ? ബൈബിൾ തന്നിട്ട് എഴുതാനല്ല ദൈവം പറഞ്ഞത്, ബൈബിൾ തന്നിട്ട് ഉടമ്പടി ചെയ്യാനാണ് പറഞ്ഞത്. അതുകൊണ്ട് ബൈബിളിൻ്റെ പുസ്തകത്തിന് ദൈവം ബൈബിളെന്നൊന്നും വിളിച്ചില്ല. നമ്മളിങ്ങനെ വിവരമില്ലാത്ത ആൾക്കാരങ്ങനെ വിളിച്ച പുസ്തകം അത്ര അർത്ഥമുള്ളതിന്. ബൈബിളിൽ ദൈവം വിളിച്ച പേര് ഉടമ്പടി പുസ്തകം എന്നാണ്. ദാറ്റ് മീൻസ് അത് ദൈവം ചെയ്തൊരു കാര്യമാണ്. ബൈബിള് എന്ന് പറയുമ്പോൾ നമ്മൾ ചുമ്മാ ബൈബിൾ ആർക്കും വേണേൽ പറയാം, പക്ഷേ നമ്മൾ വിശുദ്ധ ഗ്രന്ഥം എന്നാണ് പറയണത്. ഈ വിശുദ്ധ ഗ്രന്ഥം ദൈവം തന്നത് കൊണ്ടാണ് വിശുദ്ധമായത്. പക്ഷേ ദൈവത്തിൻ്റെ വചനങ്ങൾ അതിനകത്ത് നിറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് വിശുദ്ധമായത്. പക്ഷേ വിശുദ്ധമായ വചനങ്ങൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ നിറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് നീ അത് വായിച്ചോ, നീ അത് എഴുതിക്കോ എന്നൊന്നും അല്ല പറഞ്ഞത്. നീ അത് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതാണ് ഉടമ്പടി എന്ന് പറയുന്നത്. വചനത്തിനെ ചെയ്യാൻ വേണ്ടിയാണ് നിനക്ക് ബൈബിൾ തന്നിരിക്കുന്നത്. ഉടമ്പടി എന്ന് പറയണത് പരിശുദ്ധാത്മാവ് ഒരധ്യാപകനായി നിന്നുകൊണ്ട് മോശയാകുന്ന ചോക്ക് കൊണ്ട് എഴുതിയ സംഭവമാണിത്. എഴുതിയത് മോശമല്ല, ചോക്കണങ്ങേരി. എഴുതിയത് പരിശുദ്ധാത്മാവാണ്. പക്ഷെ എന്തിനാണ് എഴുതിയത്? നമ്മൾ തിരിച്ചെഴുതിക്കാൻ വേണ്ടി എഴുതിയതല്ല, ദൈവം എഴുതി തന്ന് എന്ന് ഞാൻ തിരിച്ച് ദൈവത്തിന് എഴുതിയേക്കാമെന്ന് പറഞ്ഞ് തിരിച്ചെഴുതാനുള്ള സാധനമല്ല, ഇത് ചെയ്യാനുള്ള സാധനമാണ്. ആദ്യകാലം മുതലേ ബൈബിള് ഉടമ്പടി ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഉടമ്പടി എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ വചനങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാണ് മോശ പോലും അതിനെ വിളിച്ചത് എന്താണ്? ഉടമ്പടി ഗ്രന്ഥം എന്നാണ്.